കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ബി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, സി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഡി. എറണാകുളം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം എ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ. ഹൈദരാബാദ്, ബി. ഡൽഹി, സി. ചെന്നൈ, ഡി. മുംബൈ. രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം സി. ചെന്നൈ. ലോക ആരോഗ്യ ദിനം എന്ന്? എ. ഏപ്രിൽ 7, ബി. ഏപ്രിൽ 8, സി. ഏപ്രിൽ 10, ഡി. ഏപ്രിൽ 13. ലോക ആരോഗ്യ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 7. രക്തസാക്ഷി ദിനം എന്നാണ്? എ. മാർച്ച് 30, ബി. ഏപ്രിൽ 28, സി. ജൂൺ 5, ഡി. ജൂൺ 20. രക്തസാക്ഷി ദിനം എന്നാണ്? ഉത്തരം എ. മാർച്ച് 30. കുടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏത്? എ. അമേരിക്ക, ബി. റഷ്യ, സി. ജപ്പാൻ, ഡി. ഇന്ത്യ. കുടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏത്? ഉത്തരം ബി. റഷ്യ. ആകാശത്ത് വ്യോമസേന ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഏത് രാജ്യത്താണ്? എ. അമേരിക്ക, ബി. റഷ്യ, സി. ജപ്പാൻ, ഡി. ഇന്ത്യ. ആകാശത്ത് വ്യോമസേന ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഏത് രാജ്യത്താണ്? ഉത്തരം എ. അമേരിക്ക. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ഏത് വിമാനത്താവളം ആണ്? എ. കൊച്ചി വിമാനത്താവളം, ബി. ജോർജിയ വിമാനത്താവളം, സി. സൗദി അറേബ്യ വിമാനത്താവളം, ഡി. ദുബായ് വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ഏത് വിമാനത്താവളം ആണ്? ഉത്തരം ഡി. ദുബായ് വിമാനത്താവളം. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി എവിടെ? എ. ഇന്ത്യ, ബി. ചൈന, സി. ഖത്തർ, ഡി. അമേരിക്ക. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി എവിടെ? ഉത്തരം എ. ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്? എ. കേരളം, ബി. തമിഴ്നാട്, സി. കർണാടക, ഡി. ആസാം. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്? ഉത്തരം സി. കർണാടക. കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ബി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, സി. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഡി. എറണാകുളം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം എ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം.
രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ. ഹൈദരാബാദ്, ബി. ഡൽഹി, സി. ചെന്നൈ, ഡി. മുംബൈ. രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം സി. ചെന്നൈ. ലോക ആരോഗ്യ ദിനം എന്ന്? എ. ഏപ്രിൽ 7, ബി. ഏപ്രിൽ 8, സി. ഏപ്രിൽ 10, ഡി. ഏപ്രിൽ 13. ലോക ആരോഗ്യ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 7. ലോക ആരോഗ്യ ദിനം എന്ന്? ഉത്തരം എ. ഏപ്രിൽ 7. രക്തസാക്ഷി ദിനം എന്നാണ്? എ. മാർച്ച് 30, ബി. ഏപ്രിൽ 28, സി. ജൂൺ 5, ഡി. ജൂൺ 20. രക്തസാക്ഷി ദിനം എന്നാണ്? ഉത്തരം എ. മാർച്ച് 30. കുടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏത്? എ. അമേരിക്ക, ബി. റഷ്യ, സി. ജപ്പാൻ, ഡി. ഇന്ത്യ. കുടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ വെസലുകൾ അയക്കുന്ന രാജ്യം ഏത്? ഉത്തരം ബി. റഷ്യ. ആകാശത്ത് വ്യോമസേന ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഏത് രാജ്യത്താണ്? എ. അമേരിക്ക, ബി. റഷ്യ, സി. ജപ്പാൻ, ഡി. ഇന്ത്യ. ആകാശത്ത് വ്യോമസേന ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഏത് രാജ്യത്താണ്? ഉത്തരം എ. അമേരിക്ക. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ഏത് വിമാനത്താവളം ആണ്? എ. കൊച്ചി വിമാനത്താവളം, ബി. ജോർജിയ വിമാനത്താവളം, സി. സൗദി അറേബ്യ വിമാനത്താവളം, ഡി. ദുബായ് വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന റെക്കോർഡ് നേടിയത് ഏത് വിമാനത്താവളം ആണ്? ഉത്തരം ഡി. ദുബായ് വിമാനത്താവളം. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി എവിടെ? എ. ഇന്ത്യ, ബി. ചൈന, സി. ഖത്തർ, ഡി. അമേരിക്ക. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി എവിടെ? ഉത്തരം എ. ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്? എ. കേരളം, ബി. തമിഴ്നാട്, സി. കർണാടക, ഡി. ആസാം. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്? ഉത്തരം സി. കർണാടക. റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. മുട്ട, ബി. ഉരുളക്കിഴങ്ങ്, സി. സിമന്റ്, ഡി. മത്സ്യം. റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപാദനവുമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. ഉരുളക്കിഴങ്ങ്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ചണം, ബി. പരുത്തി, സി. മുട്ട, ഡി. പാൽ. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ. ചണം. വെണ്ടയുടെ സ്വദേശം ഏത്? എ. ഓസ്ട്രേലിയ, ബി. അമേരിക്ക, സി. ഇന്ത്യ, ഡി. ആഫ്രിക്ക. വെണ്ടയുടെ സ്വദേശം ഏത്?
ഉത്തരം ഡി ആഫ്രിക്ക. ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? എ ഫിർ, ബി പൈനസ്, സി വില്ലോ, ഡി ഓക്ക്. ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം സി വില്ലോ. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത്? എ ഒലിവ്, ബി പൈനസ്, സി പന, ഡി ഓക്ക്. ഉത്തരം എ ഒലിവ്. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? എ മാങ്ങ, ബി കുങ്കുമ, സി മുന്തിരിങ്ങ, ഡി തക്കാളി. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബി കുങ്കുമം. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? എ അക്കോഷ്യ, ബി പൈനസ്, സി ആവണക്ക്, ഡി മരവാഴ. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? ഉത്തരം എ അക്കോഷ്യ. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? എ കുരുമുളക്, ബി റോസ്, സി സൂര്യകാന്തി, ഡി ഇവയൊന്നുമല്ല. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? ഉത്തരം സി സൂര്യകാന്തി. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? എ തേക്ക്, ബി തെങ്ങ്, സി യൂക്കാലി, ഡി പൈനസ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി തെങ്ങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? എ സോഡിയം, ബി അലുമിനിയം, സി ഇരുമ്പ്, ഡി ലിഥിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? ഉത്തരം എ സോഡിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? എ ചെമ്പ്, ബി ടിന്ന്, സി ഈഴം, ഡി അലുമിനിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? ഉത്തരം എ ചെമ്പ്. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? എ ടങ്സ്റ്റൺ, ബി ചെമ്പ്, സി ഇരുമ്പ്, ഡി വെള്ളി. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? ഉത്തരം എ ടങ്സ്റ്റൺ. റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ മുട്ട, ബി ഉരുളക്കിഴങ്ങ്, സി സിമന്റ്, ഡി മത്സ്യം. റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപാദനവുമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ഉരുളക്കിഴങ്ങ്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ചണം, ബി പരുത്തി, സി മുട്ട, ഡി പാൽ. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ ചണം. വെണ്ടയുടെ സ്വദേശം ഏത്? എ ഓസ്ട്രേലിയ, ബി അമേരിക്ക, സി ഇന്ത്യ, ഡി ആഫ്രിക്ക. വെണ്ടയുടെ സ്വദേശം ഏത്? ഉത്തരം ഡി ആഫ്രിക്ക. ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? എ ഫിർ, ബി പൈനസ്, സി വില്ലോ, ഡി ഓക്ക്.
ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം സി. വില്ലോ. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത്? എ. ഒലിവ്, ബി. പൈനസ്, സി. പന, ഡി. ഓക്ക്. ഉത്തരം എ. ഒലിവ്. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? എ. മാങ്ങ, ബി. കുങ്കുമ, സി. മുന്തിരിങ്ങ, ഡി. തക്കാളി. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബി. കുങ്കുമം. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? എ. അക്കോഷ്യ, ബി. പൈനസ്, സി. ആവണക്ക്, ഡി. മരവാഴ. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? ഉത്തരം എ. അക്കോഷ്യ. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? എ. കുരുമുളക്, ബി. റോസ്, സി. സൂര്യകാന്തി, ഡി. ഇവയൊന്നുമല്ല. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? ഉത്തരം സി. സൂര്യകാന്തി. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? എ. തേക്ക്, ബി. തെങ്ങ്, സി. യൂക്കാലി, ഡി. പൈനസ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി. തെങ്ങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? എ. സോഡിയം, ബി. അലുമിനിയം, സി. ഇരുമ്പ്, ഡി. ലിഥിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? ഉത്തരം എ. സോഡിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? എ. ചെമ്പ്, ബി. ടിന്ന്, സി. ഈഴം, ഡി. അലുമിനിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? ഉത്തരം എ. ചെമ്പ്. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? എ. ടങ്സ്റ്റൺ, ബി. ചെമ്പ്, സി. ഇരുമ്പ്, ഡി. വെള്ളി. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? ഉത്തരം എ. ടങ്സ്റ്റൺ. രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏത്? എ. ഗ്രീസ്, ബി. ചില്ലി, സി. ജർമ്മനി, ഡി. ബ്രിട്ടൻ. ഉത്തരം ഡി. ചിലി. റംബൂട്ടാൻ്റെ ജന്മദേശം ഏത്? എ. മലേഷ്യ, ബി. ഇന്ത്യ, സി. ഇറാൻ, ഡി. റഷ്യ. ഉത്തരം എ. മലേഷ്യ. ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ച നഗരം ഏത്? എ. അമേരിക്ക, ബി. റഷ്യ, സി. ലണ്ടൻ, ഡി. ഇന്ത്യ. ഉത്തരം സി. ലണ്ടൻ. തീവണ്ടി ആദ്യമായി ആരംഭിച്ച രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. ചൈന, സി. പാകിസ്ഥാൻ, ഡി. ഇംഗ്ലണ്ട്. ഉത്തരം ഡി. ഇംഗ്ലണ്ട്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത്? എ. ഗ്രീസ്, ബി. അമേരിക്ക, സി. ഇന്ത്യ, ഡി. റഷ്യ.
ഉത്തരം എ ഗ്രീസ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി ഏത്? എ പരുന്ത്, ബി എമു, സി ഒട്ടകപ്പക്ഷി, ഡി കുയിൽ. ഉത്തരം ബി എമു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതു സംസ്ഥാനത്താണ് ഉള്ളത്? എ കേരളം, ബി ജമ്മു കാശ്മീർ, സി ഡൽഹി, ഡി ഗോവ. ഉത്തരം ബി ജമ്മു കാശ്മീർ. കറാച്ചി ഏതു നദിയുടെ തീരത്താണ്? എ ഗംഗ, ബി ബ്രഹ്മപുത്ര, സി സിന്ധു, ഡി യമുന. ഉത്തരം സി സിന്ധു. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ഏത്? എ മാവ്, ബി പ്ലാവ്, സി ചന്ദനം, ഡി ആൽമരം. ഉത്തരം ഡി ആൽമരം. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത്? എ പെട്രോളിയം, ബി കൽക്കരി, സി ടാർ മണൽ, ഡി പ്രകൃതിവാതകം. ഉത്തരം ബി കൽക്കരി. ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഗുസ്തി, ബി കരാട്ടെ, സി ക്രിക്കറ്റ്, ഡി അമ്പെയ്ത്ത്. ഉത്തരം ബി കരാട്ടെ. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? എ കർണാടക, ബി ആന്ധ്രാപ്രദേശ്, സി തമിഴ്നാട്, ഡി മഹാരാഷ്ട്ര. ഉത്തരം സി തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി കർണാടക, സി ആസാം, ഡി കേരളം. ഉത്തരം ഡി കേരളം. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? എ നെല്ല്, ബി ഗോതമ്പ്, സി ചോളം, ഡി ബാർലി. ഉത്തരം എ നെല്ല്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? എ കുതിര, ബി വരയാട്, സി ആന, ഡി സിംഹം. ഉത്തരം ബി വരയാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എ ആസാം, ബി കേരളം, സി തമിഴ്നാട്, ഡി കർണാടക. ഉത്തരം എ ആസാം. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട്? എ 10, ബി 20, സി 28, ഡി 36. ഉത്തരം ഡി 36. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? എ ശുക്രൻ, ബി ശനി, സി ചന്ദ്രൻ, ഡി വ്യാഴം. ഉത്തരം സി ചന്ദ്രൻ.
ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എ. കണ്ണൂർ, ബി. കാസർഗോഡ്, സി. മലപ്പുറം, ഡി. കോഴിക്കോട്. ഉത്തരം ബി. കാസർഗോഡ്. രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? എ. അന്റാർട്ടിക്ക, ബി. ഏഷ്യ, സി. യൂറോപ്പ്, ഡി. ആഫ്രിക്ക. ഉത്തരം എ. അന്റാർട്ടിക്ക. ലോക ജലദിനം എന്ന്? എ. ഏപ്രിൽ 1, ബി. ഡിസംബർ 26, സി. ജാനുവരി 26, ഡി. മാർച്ച് 22. ഉത്തരം ഡി. മാർച്ച് 22. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്? എ. 7-ാം സ്ഥാനം, ബി. 2-ാം സ്ഥാനം, സി. 8-ാം സ്ഥാനം, ഡി. 10-ാം സ്ഥാനം. ഉത്തരം എ. 7-ാം സ്ഥാനം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ്? എ. കോഴിക്കോട്, ബി. എറണാകുളം, സി. വയനാട്, ഡി. മലപ്പുറം. ഉത്തരം ഡി. മലപ്പുറം. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? എ. ഗുജറാത്ത്, ബി. കൊൽക്കത്ത, സി. കേരളം, ഡി. ജമ്മു കാശ്മീർ. ഉത്തരം ബി. കൊൽക്കത്ത. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഏത്? എ. ഗുജറാത്ത്, ബി. കൊൽക്കത്ത, സി. കേരളം, ഡി. ജമ്മു കാശ്മീർ. ഉത്തരം എ. ഗുജറാത്ത്. 3 ഹൃദയം ഉള്ള ജീവി ഏത്? എ. നീരാളി, ബി. ചെമ്മീൻ, സി. ജെല്ലിഫിഷ്, ഡി. ഞണ്ട്. ഉത്തരം എ. നീരാളി. കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത്? എ. മാൻ, ബി. കുറുനരി, സി. പന്നി, ഡി. ആട്. ഉത്തരം ബി. കുറുനരി. മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത്? എ. കുയിൽ, ബി. പരുന്ത്, സി. കാക്ക, ഡി. മൈന. ഉത്തരം സി. കാക്ക. സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്താണ്? എ. ചുവപ്പ്, ബി. റോസ്, സി. മഞ്ഞ, ഡി. വെളുപ്പ്. ഉത്തരം ഡി. വെളുപ്പ്. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. ജപ്പാൻ, ഡി. അമേരിക്ക. ഉത്തരം എ. ചൈന. ഏതു ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? എ. തേയില, ബി. ക്രോക്കസ്, സി. ചെമ്പരത്തി, ഡി. റോസ്. ഉത്തരം ബി. ക്രോക്കസ്. പുൽച്ചാടിയുടെ ചെവി എവിടെയാണ്? എ. കൈ, ബി. കാൽ, സി. വയർ, ഡി. തലയിൽ. ഉത്തരം വയറ്. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത്? എ. ആന, ബി. കുതിര, സി. ഹിപ്പോ, ഡി. ജിറാഫ്.
ഉത്തരം ഡി ജിറാഫ്. ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എ വിറ്റാമിൻ ഡി, ബി വിറ്റാമിൻ സി, സി വിറ്റാമിൻ എ, ഡി വിറ്റാമിൻ ബി. ഉത്തരം എ വിറ്റാമിൻ ഡി. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേയൊരു ഗെയിം ഏതാണ്? ഉത്തരം സി ഗോൾഫ്. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? എ ശനി, ബി ശുക്രൻ, സി ബുധൻ, ഡി ചൊവ്വ. ഉത്തരം സി ബുധൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? എ 43, ബി 32, സി 41, ഡി 42. ഉത്തരം ഡി 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? എ രവീന്ദ്രനാഥ് ടാഗോർ, ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി, സി ജവഹർലാൽ നെഹ്റു, ഡി കബീർ ദാസ്. ഉത്തരം ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? എ 2005, ബി 2007, സി 2006, ഡി 2008. ഉത്തരം എ 2005. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? എ 1948 നവംബർ 23, ബി 1949 നവംബർ 23, സി 1948 ഒക്ടോബർ 22, ഡി 1949 നവംബർ 22. ഉത്തരം ബി 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? എ ജഹാംഗീർ, ബി ഷാജഹാൻ, സി ഔറംഗസേബ്, ഡി അക്ബർ. ഉത്തരം എ ജഹാംഗീർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? എ ലാഹോർ, ബി ബംഗാൾ, സി പഞ്ചാബ്, ഡി ഡൽഹി. ഉത്തരം ബി ബംഗാൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ അമേരിക്ക, ബി ചൈന, സി ബ്രിട്ടൻ, ഡി ഇന്ത്യ. ഉത്തരം ഡി ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏത്? എ 1965, ബി 1969, സി 1975, ഡി 1974. ഉത്തരം ബി 1969. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ അയ്യങ്കാളി, ബി ചട്ടമ്പി സ്വാമികൾ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി കുമാരഗുരുദേവൻ. ഉത്തരം എ അയ്യങ്കാളി.